ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إخواني في الله، أحمد الله تعالى الذي يسر لنا أن نجتمع في هذا المركز. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിക്കൊണ്ട് ഹംദ് ചെയ്തു. നമുക്ക് ഈ ഒരു മർക്കസിൽ ഇങ്ങനൊരു ഇജ്തിമാഇന് തൗഫീഖ് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല കവന്നു സർവ സ്തുതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് ഇതുപോലെയുള്ള മജാലിസു ദിക്റിൻ്റെയും ഇൽമിൻ്റെയും മജ്ലിസുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും റസൂലിൻ്റെ സുന്നത്തുകളും പറയപ്പെടുന്ന ഈ മജാലിസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ നിഅമത്തുകളിൽപ്പെട്ട ഒരു നിഅമത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂന അല്ലാഹ ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ. ഒരു ഖൗമുമില്ല, ഒരു സമൂഹവുമില്ല, അവർ ഒരുമിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട്. അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ പഠിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന, അത് ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി അവർ ഒരുമിക്കുകയാണ്. ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രമാണ്, അവൻ്റെ പ്രീതിയും അവൻ്റെ സവാബും മാത്രമാണ്. അതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത്. ഇല്ലാ യുനാദി മുനാദി മിനസ് സമാ. അങ്ങനെ ആരും ചെയ്യുന്നില്ല, ആകാശത്ത് നിന്ന് ഒരു വിളിക്കുന്നതായിട്ടല്ല. അതെങ്ങനെ? ഖൂമു മഗ്ഫൂറുൻ ലക്കും. നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങളെല്ലാവർക്കും എന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകിയിരിക്കുന്നു, നിങ്ങൾ പൊറുക്കപ്പെട്ടവരാണ്. ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. നിങ്ങളുടെ സയ്യിആത്തുകളെല്ലാം, തിന്മകളെല്ലാം ഹസനാത്തുകളായി, നന്മകളായി പകരമായിക്കൊണ്ട് മാറ്റപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനത്തെയുള്ള മജാലിസുകൾ അത് നമ്മൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീഴ്ച വരുത്താൻ പാടില്ല. എത്ര കൽബുകളാണ്, മരണപ്പെട്ട കൽബുകളാണ് ഈ മജ്ലിസുകൾ കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എത്ര ഗഫലത്തിലായ അശ്രദ്ധയിലായ കൽബുകളാണ് ഉണർന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ മജാലിസു ദിക്ർ അലി മജാലിസുൽ ഇൽം, ഇൽമിൻ്റെ മജ്ലിസുകൾ മജാലിസുൽ മലായിക, മലായികങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ മജ്ലിസുകളാണ്. വമജാലിസുൽ ലഗ്വ് വൽ ഗഫ്ല വമജാലിസുൽ ലഗ്വി വൽ ഗഫ്ല, ഗഫലത്തിൻ്റെയും ലഘുവിൻ്റെയും ഒരു ഉപകാരവുമില്ലാത്ത സംസാരത്തിൻ്റെയും അശ്രദ്ധയുടെയും മജ്ലിസുകൾ മജാലിസു ഷയാത്തീൻ, അത് ഷെയ്ത്താനിൻ്റെ മജ്ലിസുകളാണ്. അതിനാൽ ഈ ഇങ്ങനെയുള്ള മജാലിസുകൾ എൽമിൻ്റെ മജാലിസുകൾ, എൽമിൻ്റെ ദർസുകൾ നടക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്ന, റസൂലിൻ്റെ ഹദീസുകൾ അത് പറയപ്പെടുന്ന മജ്ലിസുകളിൽ നമ്മൾ ഒരിക്കലും തന്നെ വീഴ്ച വരുത്താൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു നിഅമത്താണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ഏതൊരു നിഅമത്തും ഉണ്ടെങ്കിൽ അത് ആരിൽ നിന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉള്ളതാണ്. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ അത്
എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹ, അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മഹത്തായ നിഅമത്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാം ദീനിലേക്ക്, തൗഹീദിലേക്ക് ഹിദായത്ത് നൽകി എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തൗഹീദ് ഇല്ലാത്തൊരുവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷേധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹു അന്നാർ. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നത്, അവനെന്താണ്? ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേലെ എന്താണ്? സ്വർഗം നിഷിദ്ധമാക്കും. വമഅവാഹു അന്നാർ, അവൻ്റെ സങ്കേതം, അവൻ്റെ വാസസ്ഥലം അത് നരകമായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു നിഅമത്ത് നൽകിക്കൊണ്ടുകൂടി നമ്മെ അനുഗ്രഹിച്ചു. സുന്നത്ത് എന്ന നിഅമ, ഈ സലഫി മൻഹജ്, സാഫിയായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഈ മൻഹജ്, അതും നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായിക്കൊണ്ടും, ഇഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ, നസാറാക്കൾ ക്രിസ്ത്യാനികൾ അവർ 72 കക്ഷികളായിട്ടും പിരിഞ്ഞിരിക്കുന്നു. വഫ്തറഖത്ത് ഹാദിഹിൽ ഉമ്മ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് അത് 73 അലാ 73 ഫിർഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളായിട്ട് പിരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ, അവരിൽ എല്ലാവരും എന്താണ്? നരകത്തിലാണ്. ഏതൊഴിച്ചിട്ട്? ഒരൊറ്റ കക്ഷി ഒഴിച്ചിട്ട്. അതവർ ഏതാണെന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ അവർ എന്താ പറയാം? മൻ കാന മിസ്ലമ, റസൂൽ പറയും മൻ കാന മിസ്ലമ അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ ഒരു മാർഗം, റസൂലിൻ്റെ സുന്നത്ത്, റസൂലും സഹാബത്തിൻ്റെയും മാർഗം, ആ ഒരു മാർഗം, അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളതും അത് അവൻ്റെ വലിയൊരു നിഅമത്താണ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഈ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനുള്ള സൗകര്യം അതൊരുക്കുകയും ചെയ്തു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു നിഅമത്താണ്. നമുക്കറിയാം ഇൽമ് തേടുക എന്നുള്ളത് എല്ലാ ഇബാദത്തുകളെക്കാൾ, അതായത് വാജിബാത്തുകൾക്ക് ശേഷം, നിർബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ദലായിട്ടുള്ള ഇബാദത്ത് ഏതാണ്? അത് നിരുപാധികമായ ഇത്ലാഖ് അലൽ ഇത്ലാഖ്, അതെന്താണ്? തലബുൽ ഇൽമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും റസൂലിൻ്റെയും ഇൽമ്, അവൻ്റെ ദീനിലെ ഇൽമ്, ശർഈയായിട്ടുള്ള ഇൽമ്, അത് പഠിക്കുക ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരാണ് ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു പാതയിലേക്ക് കടക്കുന്നത്, അവരെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന സ്വർഗത്തിലേക്കുള്ള പാത, വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചത് അവന് ദീനിൽ ഫിഖ് നൽകും, പാണ്ഡിത്യം നൽകും. ഈ ഹദീസിന് ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? ഇതിൻ്റെ മഫ്ഹൂമുൽ മുഖാലഫ, ഇതിൻ്റെ എതിർ ഇതിൻ്റെ മറ്റൊരു വശം എന്താണ് ഈ ഹദീസ് മനസ്സിലാക്കുന്നത്? ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കാത്തത്, നന്മ ഉദ്ദേശിക്കാത്തത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകില്ല? ദീനിൽ പാണ്ഡിത്യം നൽകില്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളാണ്. അല്ലാഹു സുബ്ഹാന, നമുക്കറിയാം വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾക്ക് നേരെ നമ്മുടെ മേലെ വാജിബായിട്ടുള്ള കാര്യം എന്താണ്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ ചെയ്യാന്നുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് ആ സഭയിലെ രാജകുമാരിയുടെ രാജ്ഞിയുടെ ആ അർശ് കൊണ്ടുവന്നപ്പോൾ, അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ല് കൊണ്ടാണ്. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, അതെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിൻ്റെ പേരിൽ അവനെ ശുക്റാണോ, നന്ദിയാണോ കാണിക്കുന്നത്, അതല്ല നന്ദികേടാണോ കാണിക്കുന്നത്? നമുക്കറിയാം ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നൽകും, നന്മ നൽകും, തിന്മയെ നൽകും. രണ്ടും എന്തിനാണ്? പരീക്ഷണത്തിന് വേണ്ടിയാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നമ്മൾ നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പരീക്ഷിക്കും. വബലൗനാഹും, ബനീ ഇസ്രായേലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വബലൗനാഹും ബിൽ ഹസനാറ്റി വസയ്യാത്ത്, അവരെ നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും എന്താണ്? അവർ ദുരിതം ആപത്ത് ബാധിപ്പിച്ചുകൊണ്ടും അവരെന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ മേലെ വാജിബായിട്ടുള്ള കാര്യം എന്താണ്? നിഅമത്തിൻ്റെ ഇതിൽ അവനെ അതിൻ്റെ പേരിൽ ശുക്ർ ചെയ്യാന്നുള്ളതാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ല, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ അത് എൻ്റെ അദാബ്, അങ്ങനെയെങ്കിൽ എൻ്റെ അദാബ് അത് വളരെ അധികം കഠിനമുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുണ്ട്. ഇത് ശുക്ർ എങ്ങനെയാണ് ചെയ്യുക? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അതുപോലെ തന്നെ മറ്റു ഉലമാക്കളും പറയുന്നത് പോലെ തന്നെ ശുക്ർ 3 രീതിയിലാണ്. അതല്ലെങ്കിൽ ശുക്രിൻ്റെ അവയവങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് അൽ ഖൽബ്, ശുക്ർ ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് ശുക്ർ ചെയ്യുക. അതെങ്ങനെയാണ്? അത് ആ നിഅമത്തിനെ മനസ്സിലാക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്നതെന്ത് ചെയ്യുക, തിരിച്ചറിവുണ്ടാകലാണ് ഖൽബ് കൊണ്ടുള്ള ശുക്ർ. അതുപോലെ തന്നെ അതിനുശേഷം രണ്ടാമത്തെ അവയവം എന്ന് പറയുന്നത് ഏതാണ്? അൽ ലിസാൻ, നാവാണ്. അതിനെക്കൊണ്ട് എങ്ങനെയാണ് ശുക്ർ ചെയ്യുക? ആ നിഅമത്തിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക. അതുപോലെ തന്നെ ആ നിഅമത്തുകൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതുപോലെ തന്നെ അതിനുശേഷം അതിനുശേഷം ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള നമ്മുടെ കൈയും കാലും, അത് മറ്റു അവയവങ്ങൾ കൊണ്ടുള്ള ശുക്ർ എങ്ങനെയാണ്? ആ നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നൽകിയ നിഅമത്തിനെ അവൻ്റെ താഅത്തിൽ, അനുസരണയിൽ ഉപയോഗപ്പെടുത്തുക. അവൻ്റെ നിഅമത്തുകൾ അവനെ ധിക്കരിക്കുന്നതിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതെന്താണ്? ശുക്റിൽ പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ നിഅമ തലബുൽ ഇൽം, അതുപോലെ ഇതുപോലുള്ള മജാലിസു ദിക്ർ, ഇൽമിൻ്റെ സദസ്സുകളും അതുപോലെ ദുറൂസുകളും, അതിന് നമ്മൾ എങ്ങനെയായിരിക്കണം സംരക്ഷിക്കേണ്ടത്? നിഅമത്തുകൾ അത് സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. റസൂൽ അത് ഭയപ്പെട്ടിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് ഇസ്തിആദ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. റസൂൽ പ്രാർത്ഥിച്ചതാണ്, അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുണ്ട്. നിൻ്റെ നിഅമത്തുകൾ അത് എന്നിൽ നിന്ന് പോകുന്നതിനെ, അതിനെ തൊട്ട് ഞാൻ ശരണം തേടുന്നതുണ്ട്. അതിനാൽ തലബുൽ ഇൽം, അല്ലെങ്കിൽ ഇൽമിൻ്റെ അതുപോലെ ഇതുപോലുള്ള മറാക്കിസുകൾ, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ശുക്ർ ചെയ്തുകൊണ്ടും അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും, ഇൽമിൻ്റെ സദസ്സുകളും അതുപോലെ തന്നെ ദുറൂസുകളും അതിലേക്ക് എത്തുകയും അത് പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള നിഅമത്തുകൾ അത് മുഹാഫദ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ കോട്ടം വരുത്തുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും നമ്മൾ സൂക്ഷിക്കണം. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൽമിൽ, നമ്മൾ തലബുൽ ഇൽമ് നടത്തുമ്പോൾ അതിൽ ഇഖ്ലാസ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതേത് അമലാകട്ടെ, തലബുൽ ഇൽമാകട്ടെ മറ്റേത് അമലാകട്ടെ, അതിൽ ഇഖ്ലാസ് നിർബന്ധമാണ്. അതില്ലെങ്കിൽ ആ അമൽ എന്തുണ്ടാവില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമാവില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തിനല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഖ്ലാസോടെ ആരാധിക്കാനല്ലാതെ. ദീന് അവന് മാത്രമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കാനല്ലാതെ അവരെന്തായിട്ടില്ല? കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ മുന്നേ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദുനൂബുൽ ഖലവാത്ത്, രഹസ്യത്തിലുണ്ടാകുന്ന പാപങ്ങൾ, അത് പറയുമ്പോൾ നമ്മുടെ ചിന്ത അത് നമ്മൾ ഫോണും ആ ഒരു റൂമിൽ അടച്ചുപൂട്ടി അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങരുത്. അത് മാത്രമല്ല രഹസ്യത്തിലുള്ള പാപങ്ങൾ എന്നുള്ളത്. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കും ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും, ജനങ്ങൾക്ക് എത്തി നോക്കാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഇതിൽപ്പെടും. അതിൽപ്പെട്ടതാണ് ഇഖ്ലാസ് ഇല്ലായ്മ ഉള്ളത്. ഒരാൾ ഒരു അമൽ ചെയ്യുമ്പോൾ അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ അവൻ ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാകണം, അല്ലെങ്കിൽ വല്ല പണമോ സ്ഥാനമോ അതല്ല മറ്റു ദുന്യാവിൻ്റെ പല ലക്ഷ്യങ്ങളോ ആണെങ്കിൽ അവൻ്റെ ഉദ്ദേശം ഈ തലബുൽ ഇൽമിൽ അത് ഈ രഹസ്യമായ പാപങ്ങൾക്കടിയിൽ പെടുന്നതാണ്. അതിലെ താക്കീതുകളെല്ലാം ഇതിനും ബാധകമാണ്. ചിലപ്പോഴല്ല അതെന്തിന് കാരണമാകും? ഒരു അടിമയുടെ മോശമായ പര്യവസാനത്തിന് കാരണമാകും. നമ്മൾ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അന്ന ഖാതിമത്തസ്സൂ തകൂനു ബിസബബി ദസീസത്തിൻ ബാത്തിനത്തിൻ ലിൽ അബ്ദ് ലാ യത്തലിഉ അലൈഹ അന്നാസ്. ഒരു മോശമായ പര്യവസാനം എങ്ങനെ ഉണ്ടാകുന്നത്? ഒരടിമയുടെ ഉള്ളിലുള്ള, ആരും കാണാത്ത, ജനങ്ങളാരും അറിയാത്ത, അതിലേക്ക് എത്തി നോക്കാത്ത, അവനും അള്ളാഹുവിനും ഇടയിൽ മാത്രമുള്ള കാര്യങ്ങൾ കാരണമാകും എന്ത്? ഒരടിമ അവൻ മോശമായിക്കൊണ്ട് പര്യവസാനിക്കാൻ കാരണമാക്കുന്ന കാര്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അജ്മഅൽ ആരിഫൂന ബില്ലാഹ് അന്ന ദുനൂബൽ ഖലവാത്ത് അസ്ലുൽ ഇന്തികാസാത്ത്. ദുനൂബുൽ ഖലവാത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കിയാലെല്ലാം ഇജ്മായിലായിട്ടുണ്ട്, ഏകോഭിപ്രായത്തിലായിട്ടുണ്ട്. എന്തിന്?
ദുനൂബുൽ ഖലവാത്ത്, രഹസ്യത്തിലുള്ള പാപങ്ങൾ, അതാണ് എന്തിന് കാരണം? എല്ലാ വഴികേടിൻ്റെയും വീഴ്ചയുടെയും എല്ലാം കാരണം. അതുപോലെ തന്നെ മറുവശത്ത് ഇബ്നുൽ ഖയ്യിമിൻ്റെ ഈ കലാമിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ വ അന്ന ഇബാദാത്തിൽ ഖഫാ ഹിയ അഅ്ളമു അസ്ബാബി സബാത്ത്. രഹസ്യത്തിലുള്ള ഇബാദാത്തുകൾ, അള്ളാഹുവിനോടുള്ള അനുസരണ, രഹസ്യത്തിലുള്ള, അതാണ് സബാത്തിനുള്ള, സ്ഥിരതയ്ക്കുള്ള, അതുപോലെ തന്നെ ഉയർച്ചയ്ക്കുള്ള മാർഗം. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിൽ എന്ത് ചെയ്യുക? അനുസരിക്കുക എന്നുള്ളത്. നമ്മുടെ അമലുകൾ അധികവും രഹസ്യമായിരിക്കുക എന്നുള്ളത് ശർഅ്, നമ്മുടെ ദീന് തേടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സലഫുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അവരെത്രത്തോളം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹിർസുള്ളവരായിരുന്നെന്ന്. അവരുടെ അമലുകൾ അത് മറ്റാരും അറിയാതെ അള്ളാഹുവിനും അവർക്കും ഇടയിൽ മാത്രമാക്കുന്നത്. എന്നിട്ടും അവരുടെ അമലുകളിൽ നിന്ന് ധാരാളം അമലുകൾ നമ്മളിലേക്ക് എത്തി. അവർ ചെയ്തു, ഇന്നത് ചെയ്തു. അത് കേൾക്കുമ്പോഴും അത് വായിക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷെ അവരുടെ അമലുകൾ അതിനേക്കാൾ എത്രയോ ധാരാളമായിരുന്നു. കാരണം അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു അവരുടെ സാലിഹായിട്ടുള്ള അമലുകൾ. എന്നാൽ നമ്മുടെ അവസ്ഥയോ? ഖല്ലത്ത് അഅ്മാലുനാ വഅഹ്ബബ്നാ ഇദ്ഹാറഹാ ലിതകൂന കസീറൻ ഔ ലിതകൂന കസീറ. നമ്മുടെ അമലുകൾ അത്രത്തോളം കുറഞ്ഞു. പക്ഷേ ആ കുറഞ്ഞ അമലെന്ന് നമ്മളെന്താ ഇഷ്ടപ്പെടുന്നത്? അത് ബാക്കിയുള്ളവർ അത് അറിയണം, അത് ധാരാളമായി അവർ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിൽ പുകഴ്ത്തപ്പെടണം. ഇത് വലിയൊരു മുസീബത്താണ്, ദുരന്തമാണ്. ഇത് മുനാഫിഖുകളുടെ ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ലാ തഹ്സബന്ന അല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു. മുനാഫിഖുകളെ കുറിച്ച് പറയാണ്, നിങ്ങൾ ഇനി വിചാരിക്കരുത്, ലാ തഹ്സബന്ന അല്ലദീന യഫ്റഹൂന ബിമാ അതൗ, അവർ ചെയ്തതിൻ്റെ പേരിൽ സന്തോഷിക്കുന്ന, വയുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ പുകഴ്ത്തപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൻ്റെ സബബ് നുസൂൽ, ഈ ആയത്തിറങ്ങുന്ന കാരണത്തിൽ ഉലമാക്കൾ പറയുന്നത് എന്താണ്? മുനാഫിഖീങ്ങൾ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കും. എന്നാൽ യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ വിജയിച്ച് മടങ്ങിയാലോ അതിൻ്റെ പേരിൽ ഇവരും പുകഴ്ത്തപ്പെടാൻ അവരെന്ത് ചെയ്യും? അവരാഗ്രഹിക്കും. യുഹിബ്ബൂന, അവരിഷ്ടപ്പെടും. യുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ, അവർ യുദ്ധം ചെയ്തിട്ടില്ല, അവർ അതിൽ നിന്ന് പിന്തി നിന്നതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പുകഴ്ത്തപ്പെടാൻ അവരെന്ത് ചെയ്യും? അവരാഗ്രഹിക്കും. യഹ്മദു ബിമാ ലം യഫ്അലു വലാ തഹ്സബന്നഹും ബിമഫാസത്തി മിനൽ അദാബ്, അവർക്ക് ശിക്ഷയിൽ നിന്ന് എന്തില്ല? രക്ഷയില്ല എന്നും നീ അറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നമ്മൾ നമ്മുടെ ഇബാദാത്തുകൾ അത് രഹസ്യമാക്കി വെക്കുക. അതുകൊണ്ടാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള നമസ്കാരം, ഫരീളത്തിന് ശേഷം, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ദൽ ഏത് നമസ്കാരമാണ്? രാത്രിയിലുള്ള നമസ്കാരം. കാരണം എന്താണ്? അത് ജനങ്ങൾക്കിടയിൽ നിന്നെല്ലാം മറഞ്ഞൊരു നമസ്കാരമാണ്. അതിൽ തന്നെ ഏറ്റവും അഫ്ദലായിട്ടുള്ള നമസ്കാരം ഏതാണ്? രാത്രി നമസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൽ ഖിയാം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖിയാമാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള ഖിയാം. അതെങ്ങനെയായിരുന്നു? യനാമു നിസ്ഫഹു, രാത്രിൻ്റെ പകുതി ഉറങ്ങും. സുമ്മ യഖൂമു സുലുസഹു, അതായത് രാത്രി സുമ്മ യനാമു സുദുസ, അതാണ് ഹദീസ് വന്നത്. അതായത് രാത്രിനെ 6 ആക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പകുതി എന്ത് ചെയ്യും? മുഴുവനും ഉറങ്ങും. അതായത് ആദ്യത്തെ 3 ഭാഗം ഉറങ്ങും. പിന്നെ 3 ഭാഗം ബാക്കിയിൽ, പിന്നെ 4-ാമത്തെ ഭാഗം 5-ാമത്തെ ഭാഗം എന്ത് ചെയ്യും? നമസ്കരിക്കും. 6-ാമത്തെ ഭാഗം എന്ത് ചെയ്യും? ഉറങ്ങും. അവസാനത്തെ ഭാഗം ഉറങ്ങും. ഇതിന് ഇബ്നു ഹജർ റഹിമഹുല്ലാ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഒരു ഹദീസിൽ ഒരു ഫായിദ പറയുന്നുണ്ട്. ഈ ഉറക്കത്തിൻ്റെ ഒരു ഫായിദ, അതായത് അങ്ങനെ ഉറങ്ങിക്കൊണ്ട് അതിന് ശേഷം ഫജർ ബാങ്ക് വിളിച്ച് നമസ്കരിക്കാൻ പുറപ്പെടുമ്പോൾ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ് വരുന്നതെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവൻ എങ്ങനെയാണ് അറിയപ്പെടുക? രാത്രി ഉറങ്ങി എഴുന്നേറ്റ് വന്നവനാണ് എന്നാണ് അറിയപ്പെടുക. അതായത് അവൻ്റെ അമലെന്താണ്? അവനും അല്ലാഹു സുബ്ഹാനഹു തമ്മിൽ എന്താണ്? രഹസ്യമായിട്ട് ആണുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. അതിനാൽ നമ്മൾ നമ്മുടെ അമലുകൾ അതിന് മുഹാസബ ചെയ്യുക. നമ്മൾ എത്രത്തോളം അമൽ ചെയ്യാറുണ്ട്, നമ്മുടെ മേലെ കൽപ്പിക്കപ്പെട്ടത് എത്രത്തോളമാണ്, അതിൽ എത്ര തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു, അവൻ്റെ ദീനിൽ നമ്മൾ എന്താണ് ചെയ്തത്,
നമ്മൾ എത്ര തന്നെ ചെയ്താലും അതൊരിക്കലും അള്ളാഹുവിൻ്റെ ഹക്കിന് ഒരിക്കലും ആ ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും എത്തുകയില്ല, എത്ര തന്നെ ചെയ്താലും. കാരണം അള്ളാഹുവിൻ്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്തായ ഹക്കാണ്. അവനൊരിക്കലും മാസിയത്ത് ചെയ്യപ്പെടാൻ പറ്റില്ല. അതാണ് അവൻ്റെ ഹക്ക്. അവൻ അനുസരിക്കപ്പെടണം, അവൻ അനുസരിക്കപ്പെടാതിരിക്കാൻ പാടില്ല. വയുദ്കർ വലാ യുൻസ, അവൻ ഓർക്കപ്പെടണം, മറക്കപ്പെടാൻ പാടില്ല. യുതാ വലാ യുസ വയുദ്കർ വലാ യുൻസ. കദാലിക് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്. അല്ലാഹ് മൂന്നാമത്തെ കാര്യം ഞാൻ മറന്നു. എന്തായാലും അവൻ്റെ ഹക്ക് നമ്മൾ എത്രത്തനം ചെയ്താലും തന്നെ എന്താവുകയില്ല, നമുക്കത് വീട്ടാൻ സാധിക്കുകയില്ല. നമ്മുടെ അമലുകൾ എപ്പോൾ എന്ത് ചെയ്യുക, മുഹാസബ ചെയ്യുക, സ്വയം വിചാരണക്കെടുക്കുക. നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി ഓരോ നഫ്സും വൽ തൻദുർ നഫ്സുൻ, ഇവിടെ എന്താ ഉപയോഗിച്ച നക്കീറാണ്. അതായത് എല്ലാ നഫ്സും എന്താണ്, നക്കീറ തുഫീദു അൽ ഉമൂം. നക്കീറ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിനെ അതിൽപ്പെടുത്തും. ചെറുതാകട്ടെ വലുതാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മറ്റാരുമാകട്ടെ, അവരെന്ത് ചെയ്യുക, നാളേക്ക് എന്താണ് ചെയ്തു വെച്ചത്, നന്മയിൽ നിന്നാകട്ടെ തിന്മയിൽ നിന്നാകട്ടെ എന്താണ് ചെയ്തു വെച്ചതെന്ന് അത് നോക്കുക. അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ഈ ആയത്ത് ഇസ്തിദ്ലാൽ ചെയ്തുകൊണ്ട് തെളിവ് പിടിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്താണ് പറഞ്ഞത്, ഇതിലെന്തുണ്ട്, ഈ ഒരു ആയത്തിൽ മുഹാസബ ചെയ്യാൻ, സ്വന്തം നഫ്സിനെ വിചാരണക്കെടുക്കാൻ, സ്വന്തം അമലുകളെ വിചാരണക്കെടുക്കൽ വാജിബാണ്, നിർബന്ധമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം ഈ ആയത്ത് വെച്ച് കാണുന്നത്. വൽ തൻദുർ ഈ ലാമിന് എന്താ പറയുക, ലാമുൽ അമ്രാണ്, കൽപ്പനക്കുള്ള ലാമാണ്. വൽ തൻദുർ നഫ്സുൻ, ഏതൊരു നഫ്സും അത് നോക്കട്ടെ, അത് വുജൂബിനാണ് കാണിക്കുന്നത്, വാജിബാണ്, നിർബന്ധമാണ് ഓരോ നഫ്സും അവൻ്റെ അമലുകൾ അതിനെ വിചാരണ ചെയ്യുക എന്നുള്ളത്. കാരണം നാളത്തെ ദിവസം അത് അന്നത്തെ വിചാരണ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭൂമിയിൽ ഈ ഇഹലോകത്ത് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ വിചാരണ ചെയ്യുക. വസിനു അമാലക്കും ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ അമൽ തൂക്കപ്പെടുന്നതിന് മുന്നേ നിങ്ങളുടെ അമൽ സ്വയം എന്ത് ചെയ്യുക, തൂക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യം അതിന് നമ്മൾ എന്ത് ചെയ്യുക, അമലാക്കുന്ന വിഷയത്തിലും. കാരണം അമൽ എന്ന് പറഞ്ഞാൽ അത് സമറത്തുൽ ഇൽമാണ്, ഇൽമിൻ്റെ ഫലം എന്താണ്, അത് അമലാണ്. അമലില്ലെങ്കിൽ ആ ഇൽമിന് എന്തില്ല, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമായി മാറൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത് എന്തുമായിട്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാണ് അവൻ്റെ റസൂലിനെ അയച്ചത് എന്തുകൊണ്ട്, ഹുദ വദീനുൽ ഹഖ്. ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ ഇൽം അന്നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. വദീനുൽ ഹഖ് എന്താണ്, അത് അൽ അമൽ അസ്സാലിഹ്, സാലിഹായിട്ടുള്ള അമൽ. ഒരു അമൽ അല്ലെങ്കിൽ ഒരു ഇൽമ് അത് ഉപകാരമാണ്, എന്ത് ചെയ്യണം, അതുകൊണ്ട് അമൽ ചെയ്യണം. എന്നാൽ ആ ഇൽമ് എന്താവുള്ളൂ, നാഫി ആയിട്ടുള്ള ഉപകാരമായിട്ടുള്ള ഇൽമായിട്ട് മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു അമൽ സാലിഹാണെങ്കിൽ ആവണമെങ്കിൽ എന്ത് വേണം, അത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതായിരിക്കണം. എന്നാൽ ആ അമൽ എന്താവുള്ളൂ, സാലിഹായിട്ടുള്ള അമൽ. അതുകൊണ്ട് ഇൽമും അമലും എന്ന് പറയുന്നത് എന്താണ്, രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നും ഇല്ലാതെ മറ്റൊന്ന് എന്നുള്ളൊരവസ്ഥ ഇല്ല. ഇൽമില്ലാതെ അമലില്ലാതെ ഇൽമ് എന്നുള്ള അവസ്ഥയല്ല. ഇതാണ് പിഴച്ചുപോയ രണ്ട് കൂട്ടുകാർക്ക് സംഭവിച്ച തെറ്റ്, യഹൂദർക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. ജൂതന്മാരെന്താ ചെയ്ത, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അവരുടെ സിഫത്ത് എന്താണ്, അവർ ഇൽമുള്ള ആളുകളായിരുന്നു, പക്ഷേ അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല, അമൽ ചെയ്തില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് അവർ ഇരയായി. അതുപോലെ തന്നെ നസാറാക്കൾ അവരെന്ത് ചെയ്ത്, അവർ അമലുകൾ ചെയ്യുന്നവരായിരുന്നു. ആമിലത്തുൻ നാസിബ, അവർ അമലുകൾ ചെയ്ത് തളർന്നു പോകുന്നവരായിരുന്നു, അത്രക്കും കഷ്ടപ്പെടുമായിരുന്നു അമലിൻ്റെ കാര്യത്തിൽ. പക്ഷേ തസ്ല നാറൻ ഹാമിയ, പക്ഷെ അവരെന്താണ്, നരകത്തിലേക്ക്, ചൂടുള്ള നരകത്തിലേക്ക് പ്രവേശിക്കും. എന്താ കാരണം, അവർ ചെയ്ത അമൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് വലദ്ദാലീൻ, അവർ പിഴച്ചു പോയത്, വഴിതെറ്റിപ്പോയ കൂട്ടലാതെ. അതിൻ്റെ നടുക്കുള്ള ആളുകളാണ് ഇൽമും അമലിനും ഒരുമിപ്പിക്കുന്ന ആളുകൾ, അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ ഈ പാത എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു,
വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. എല്ലാ ആളുകളും, കാലം തന്നെയാണ് സത്യം, എല്ലാ ആളുകളും എന്താണ്? നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിച്ചു നിർത്തി ആരെ? ഈ 4 സിഫത്തുകൾ, 4 വിശേഷണങ്ങളുള്ള ആളുകളെ. അതിലൊന്നാമത്തെ വിശേഷണം എന്താണ്? അൽ ഈമാൻ. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൽമ്. ഇൽമില്ലാതെ എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല. ഇല്ലല്ലദീന ആമനു. 2 വഅമിലു സാലിഹാത്ത്, സാലിഹാത്തുകൾ, നന്മ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. 3 വതവാസൗ ബി അൽ ഹഖ് വതവാസൗ. 4 വതവാസൗ ബി സബ്ർ. രണ്ടാമത്തെ എന്താണ്? വതവാസൗ ബിൽ ഹഖ്. ഹക്ക് കൊണ്ട്, സത്യം കൊണ്ട് പരസ്പരം എന്ത് ചെയ്യും? അവർ ഉപദേശിക്കും. അതായത് ഈ ദീനി പഠിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒരാളുടെ കർമ്മം പൂർത്തിയായിട്ടില്ല. അവൻ എന്തുകൂടി ചെയ്യേണ്ടതുണ്ട്? അതിനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുമുണ്ട്. വതവാസൗ ബി അൽ ഹഖ്. ഒരിക്കൽ ഇമാം അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തുല്ലാബുകളുമായി നടത്തിയൊരു സംവാദം. അതിൽ അദ്ദേഹം തുല്ലാബുകളോട് ചോദിച്ചു, എന്താണ് ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതിനുള്ള, അവൻ അതിനു വേണ്ടി പരസ്പരം അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നതിന് നൽകുന്ന സമന്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ കോസ്റ്റ് അതെന്താണെന്ന് പലരും പല ഉത്തരങ്ങളും പറയാൻ തുടങ്ങി. പലരും ചിലർ പറഞ്ഞു ഈ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു കൂട്ടരാണ് എന്ത്? റജുലാനി തഹാബ ഫില്ല ഇജ്തമ അലൈ. അപ്പോൾ ഇമാം അൽബാനി പറയും അതിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഗുണമാണ് അത്. എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം, അങ്ങനെ പലരും പല ഉത്തരങ്ങൾ പറയും. അവസാനം ഒരാൾ പറയും ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് ഈ ഒരു സൂറത്താണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വതവാസൗ ബിൽ ഹഖ് ഇന്നൽ ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. അവരെന്ത് ചെയ്യും? പരസ്പരം ഉപദേശിക്കും. അവൻ ഹക്കുമായി ഉപദേശിക്കും. അതൊരു സഹോദരൻ മറ്റൊരു എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയും, ഇത് പല ആളുകളും ഈ ഒരു അസ്ല് പൂർത്തിയാക്കിയിട്ടില്ല. കാരണം അവൻ്റെ സഹോദരനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യില്ല? അവന് സഹോദരനെ നസീഹത്ത് ചെയ്യില്ല. പല കാരണങ്ങളാൽ അവൻ നസീഹത്ത് ചെയ്യില്ല. നമുക്കിടയിൽ എന്തുണ്ടായിരിക്കണം? പരസ്പരം നസീഹത്ത് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. ഒരാളുടെ ഈമാൻ പൂർത്തിയാവില്ല അവൻ്റെ സഹോദരന് തനിക്കിഷ്ടമുള്ളത്, തൻ്റെ നഫ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ എന്ത് ചെയ്യാതെ, അവൻ്റെ സഹോദരന് ഇഷ്ടപ്പെടാതെ അവൻ്റെ ഈമാൻ ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അതിനാൽ നമ്മൾ നമ്മുടെ നഫ്സിന് എന്താ ആഗ്രഹിക്കുന്നുണ്ട്? ഹൈർ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കും എന്താ ആഗ്രഹിക്കണം? ഹൈറും. അവർക്കും ഈ ദഅവത്ത് എത്തണം, അവർക്കും എന്താകണം? സുന്നത്തും അതുപോലെ തന്നെ ഇൽമും എത്തണം എന്ന് നമുക്കും എന്തുണ്ടാകേണ്ടതുണ്ട്? ആ ഒരു ഹിമ്മ, ആ ഒരു ലക്ഷ്യബോധം നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഉഖുവ എന്ന് പറയുന്നത് സാഹോദര്യം, ഈ ദീനിൻ്റെ പേരിലുള്ള സാഹോദര്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയറിൽ ഒരുമിച്ച് മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ പിരിഞ്ഞു പോകരുത്, ഭിന്നിക്കരുത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ഓർക്കുക. എന്താണ് നിഅമത്ത്? ഇദ് കുൻതും അദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ ശത്രുക്കളായിരുന്നു, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നിങ്ങളുടെ കൽബുകളെ കൂട്ടിയിണക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. അവൻ്റെ നിഅമത്ത് കാരണം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സഹോദരന്മാരായി. ഇഖ്വാൻ, സഹോദരങ്ങളായി. അതായത് നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരസ്പരം എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം നസീഹ, പരസ്പരം ഗുണകാംക്ഷയുള്ളവരാകണം, പരസ്പരം ഉപദേശം നൽകണം. ആ സാഹോദര്യത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ശൈത്താൻ അവൻ ഹരീസാണ്. പരസ്പരം ഇഖ്വാനുകളെ, സഹോദരന്മാരെ തെറ്റിക്കുന്നതിൽ അവൻ അത്രക്കും ആവേശമുള്ളവനാണ്. വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഗു ബൈനഹും. അല്ലെങ്കിൽ ഇന്ന ശൈത്താൻ യൻസഗു ബൈനക്കും, നിങ്ങൾക്കിടയിൽ ശൈത്താൻ എന്താണ്? അവൻ വസ്വാസുകൾ ഉണ്ടാക്കും, പരസ്പരം തെറ്റിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു മാർഗ്ഗമാണെന്ത്? ഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. നിങ്ങൾ ഏറ്റവും നല്ല വാക്ക് പറയുക എന്നുള്ളത്. കാരണം വാക്കുകൾ ബന്ധങ്ങളെ അകറ്റും. നമ്മൾ പറയുന്ന ഓരോ വാക്കും നാളെ പരലോകത്ത് അല്ലെങ്കിൽ എഴുതി വെക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
എല്ലാ കാര്യവും എന്തൊക്കെ പറയുന്നു അതെല്ലാം നാളെ അത് നമുക്ക് കാണിക്കപ്പെടും. അതെല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അല്ല നമ്മൾ നമ്മുടെ സഹോദരനോട് പറയുന്ന ഏതൊരു വാക്കാകട്ടെ അത് അവനിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ചായിരിക്കും അതിൻ്റെ കണക്കുകൾ തീർക്കപ്പെടുക. അന്ന് പരലോകത്തുകൾ കടം വീട്ടലും കടം കൊടുക്കലും വാങ്ങലും പണം കൊണ്ടല്ല, ബൽ ബിൽ ഹസനാത്തി വസ്സയ്യാത്ത്. എന്തുകൊണ്ടാണ്? നന്മകളും തിന്മകളും കൊണ്ടാണ്. ഇന്നൊരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറുൽ ജസ, പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസമാണ്, ആ ഒരു ഭവനമാണ്. അത് എല്ലാ കണക്കുകളും അന്ന് എല്ലാ ആളുകൾക്കും അന്ന് എന്ത് ലഭിക്കും? നീതി ലഭിക്കും. മൃഗങ്ങൾക്ക് പോലും എന്ത് ലഭിക്കും? അന്ന് നീതി ലഭിക്കും. എന്നാൽ ഇന്ന് ഞാനൊരുവനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ അവൻ അതിനിൽ നീതി ലഭിക്കും. അതായത് എൻ്റെ ഹസനാത്തുകളിൽ നിന്ന്, നമ്മുടെ ഹസനാത്തുകൾ, നമ്മൾ കഷ്ടപ്പെട്ട ഹസനാത്തുകൾ, നന്മകൾ, നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റു അല്ലെങ്കിൽ നമസ്കാരം, അതിൽ നിന്നെല്ലാം അവനിലേക്ക് എടുത്ത് കൊടുക്കപ്പെടും. ഇനി നമ്മളിൽ ഹസനാത്ത് ഇല്ലെങ്കിലോ അവനിലുള്ള സയ്യാത്തുകൾ, തിന്മകൾ, അത് നമ്മിലേക്ക് ഇടുകയും ചെയ്യും. അതിനാൽ നമ്മൾ നമ്മുടെ വാക്കുകളും നമ്മുടെ സഹോദരന്മാർക്ക് അത് വേദനിപ്പിക്കുന്ന തരത്തിൽ ആവാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരമായിക്കൊണ്ട് മുഹാസബ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ നഫ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാകട്ടെ, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ, എല്ലാ അമലിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അമൽ ചെയ്യുന്നതിന് മുമ്പാകട്ടെ ശേഷമാകട്ടെ മുഹാസബ ചെയ്യേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബായ ഇഗാസത്തുൽ അഹ്ഫാനിൽ ഈ മുഹാസബൻ്റെ ബാബിൽ വളരെ മനോഹരമായ കലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, മുഹാസബ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് അൽ മുഹാസബ ഖബ്ല അൽ അമൽ, ആ അമൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിക്കണം. ചില ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ, റഹിമല്ലാഹു അബ്ദൻ വഖഫ ഇൻദ ഹമ്മിഹി വ ഇറാദതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന്, ഒരു അടിമയ്ക്ക് കരുണ ചെയ്യട്ടെ. എങ്ങനത്തെ അടിമയാണവൻ? ഒരു കാര്യം ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ചിന്തിക്കും. ഇൻകാന ലില്ലാഹി മദ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ അതിൽ തുടരും. വഇല്ലം യകുൻ ലില്ലാഹ്, അത് അല്ലാഹുക്ക് വേണ്ടിയല്ലെങ്കിലോ താഖറ, അതിൽ നിന്ന് പിന്തി നിൽക്കും. കുറച്ചും കൂടി വിശദീകരിച്ചുകൊണ്ട് മറ്റ് ചില ഉലമാക്കൾ പറഞ്ഞ എന്താണ്? ഒരു അമലായെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ അവിടെ നിന്ന് അത് ആലോചിക്കണം, അത് അവന് കഴിയുന്ന ഒരു അമലാണോ അതല്ലേ എന്ന്. ആദ്യം എന്ത് ചെയ്യാം? അത് അവന് സാധിക്കുന്ന ഒരു അമലാണോ അല്ലേ എന്ന്. സാധിക്കുന്ന അമലാണെങ്കിൽ, അത് സാധിക്കാത്ത അമലാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ വെച്ച് തന്നെ അവൻ അത് നിർത്താം. ഇനി സാധിക്കുന്നതാണെങ്കിൽ അവൻ അടുത്ത ചോദ്യം അവൻ ചോദിക്കണം. എന്ത്? ഈ അമല്, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ അമല്, അത് ചെയ്യുന്നതാണോ ഖൈറ്, അതല്ല അതിനെ ഉപേക്ഷിക്കുന്നതാണോ ചെയ്യുന്നതിനേക്കാൾ ഖൈറെന്ന് സ്വയം ചോദിക്കുക. ഇനി ഉപേക്ഷിക്കുന്നതാണ് ഖൈറെങ്കിൽ എന്ത് ചെയ്യട്ടെ? അവൻ ആ അമല് ഉപേക്ഷിക്കട്ടെ. അതല്ല ചെയ്യുന്നതാണ് ഖൈറെങ്കിൽ അവൻ അടുത്ത ചോദ്യത്തിലേക്ക് അവൻ കടക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ, അതല്ല അള്ളാഹുവിന് വേണ്ടിയല്ല, വല്ല ദുനിയാവോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയോ ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ ആണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതവിടെ ഉപേക്ഷിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ അവൻ എന്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ? ആ അമലിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മുഹാസബ, അമലിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ അമലിനെ എങ്ങനെയാണ് നമ്മൾ ആ അമൽ ചെയ്തതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് അറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ തന്നെയാണോ? അതിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നോ? അതിൽ നമ്മൾ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധത്തിലായിരുന്നു നമ്മൾ ചെയ്തത് എന്നുമെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. അത് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. നാളെ നമ്മളെല്ലാം എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവം, നാളെ പരലോകത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ആരിലേക്കാണോ പ്രവാചകന്മാർ അയക്കപ്പെട്ട അവരെല്ലാവരും എന്ത് ചെയ്യും? നാളെ ചോദിക്കപ്പെടും. അതുപോലെ തന്നെ മുർസലീങ്ങളും ചോദിക്കപ്പെടും. യസ്അല സാദിഖീന അൻ സിദ്ഖിഹിം, സാദിഖീങ്ങൾ സത്യസന്ധന്മാർ വരെ അന്ന് ചോദിക്കപ്പെടും. അവരുടെ സിദ്ഖിനെ, സത്യസന്ധതയെ സംബന്ധിച്ചവർ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ കള്ളം പറയുന്ന ആളുകൾ, കള്ളന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. നാളത്തെ ആ ദിവസം അതിനെക്കുറിച്ചുള്ള ദിക്ർ, ഓർമ്മ നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാ വ കുല്ലുക്കും മസ്ഊൽ അൻ റഅയ്യതി.
നമ്മളെല്ലാവരും എന്താണ് ചോദ്യം ചെയ്യപ്പെടും. അവരുടെ താഴെയുള്ള ആളുകളുടെ പേരിൽ, ഒരു കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ ഭാര്യമാരും മക്കളും അവരെ സംബന്ധിച്ചും എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും എന്താണ്, അവർ മർഅതു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹ, അവൻ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ ആരാണ്? ഭാര്യയാണ്. അവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ കൽപ്പിച്ചിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അവർക്കും എന്താണ്, തലബൽ ഇൽമ് ബാധകമാണ്. ഷെയ്ഖ് സായിദ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തുല്ലാബിൽ നിന്ന് പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. ഷെയ്ഖ് സായിദ് പറയാറുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് തുല്ലാബുൽ ഇൽമ് എന്ന് മാത്രം പറയപ്പെടുന്നതെന്ന്, താലിബാത്തുൽ ഇൽമ് എന്താണ് പറയപ്പെടാത്തതെന്ന്. ആണുങ്ങൾക്ക് മാത്രം പറയപ്പെട്ട ഒരു കാര്യമല്ല എന്ത്, തലബുൽ ഇൽമ് എന്നുള്ളത്. സ്ത്രീകൾക്കും പറയപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യ. നിങ്ങൾ വീട്ടിൽ എന്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിലും അതിനുശേഷം എന്താ പറഞ്ഞത്, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അള്ളാഹിൻ്റെ ആയത്തുകളും അതുപോലെ അൽ ഹിക്മ, റസൂലിൻ്റെ സുന്നത്തും എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഓർക്കുക, അത് പഠിക്കുക. അവർക്കും കൂടിയുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നത്. അത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലിൻ്റെ പത്നിമാരെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കും എന്താണ്, സ്ത്രീകൾക്കും എന്താണ്, ഈ ഒരു കൽപ്പന ബാധകമാണ്. അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരാണ്. കാരണം പരലോകത്ത് വെച്ച് ചില സലഫുകളിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ തങ്ങളുടെ ഭർത്താക്കന്മാർക്കെതിരെ പറയും, എൻ്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണവും അതുപോലെ തന്നെ വീടും മാത്രമേ നൽകിയിട്ടുള്ളൂ, അതിൽ ഖുബ്സ് മാത്രമേ നൽകിയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് എന്ത് നൽകിയിട്ടില്ല, ഇൽമ് നൽകിയിട്ടില്ല എന്ന് ഭാര്യ ഭർത്താവിനെതിരെ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സ്വത്തോ സന്താനമോ ഉപയോഗപ്പെടാത്ത ആ ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹ്, ഒരു മനുഷ്യനിൽ നിന്ന് അവൻ്റെ സഹോദരൻ ഓടിപ്പോകുന്ന ആ ദിവസം. അതുപോലെ ഉമ്മിഹി വഅബി വസാഹിബതി, അവൻ്റെ ഭാര്യ പോലെ അവൻ എന്തായിരിക്കും, അവനിൽ നിന്ന് ഓടിപ്പോകും, അവനക്ക് എതിരാകും. അന്നേ ദിവസം അവരെന്ത് ചെയ്യും, സ്വന്തം ഭർത്താവിനെതിരെ നിൽക്കും. എനിക്ക് ഇൽമ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിനാൽ അവരുടെ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. നസ്അലുല്ലാഹ തൗഫീഖ് വസ്സദാദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.